Welcome to the video. ഈ വീഡിയോയിൽ വേർഡ് ഓർഡർ ചേഞ്ച് നോക്കാം. ഒരു സെന്റൻസിൽ നിന്നും ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ yes or no ക്വസ്റ്റ്യൻ. എന്താണ് yes or no ക്വസ്റ്റ്യൻ? Look at that. വേർഡ് ഓർഡർ ചേഞ്ച് ആണ്. A sentence. We are going to change that sentence into a question. Yes no questions. Yes or no questions എന്ന് പറയപ്പെടുന്ന ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ വളരെ ഈസിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. വേർഡ് ഓർഡർ ചേഞ്ച്. That seat is free. അപ്പോൾ നമ്മൾ സെന്റൻസ് എന്താണ് ഇവിടെ? അസർട്ടീവ് സെന്റൻസ് എന്താണ്? That seat is free. ആ സീറ്റ് ഫ്രീ ആണ്, ഫ്രീ ആകുന്നു എന്നാണ് പറയുന്നത്. That seat is free. എന്തിനെ കുറിച്ച് പറയുന്നു നമ്മൾ? That seat. അതുകൊണ്ട് തന്നെ അതാണ് വെർബ്, സബ്ജക്റ്റ്. സബ്ജക്റ്റ് അതാണ്. That seatനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അതാണ് സബ്ജക്റ്റ്. Then verb. ഈസ് ആണ്, ബി വെർബ് ഫോം ആണ്, പ്രസന്റ് ടെൻസ് ആണ് ഈസ് എന്ന് കാണിക്കുന്നത്. ദാറ്റ് സീറ്റ് ഈസ് ഫ്രീ. അതർ ഇൻഫർമേഷൻസ്, അത് ഫ്രീ ആകുന്നു, ആ സീറ്റ് ഫ്രീ ആകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റണമെങ്കിൽ അപ്പൊ ഇവിടെ സബ്ജക്റ്റ്, വെർബ്, അതർ ഇൻഫർമേഷൻസ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വരുന്നത് സെന്റൻസുകളിൽ എന്ന പോയിന്റ് ആണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. എന്നാൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് ശ്രദ്ധിക്കുക. ഈസ് ദാറ്റ് സീറ്റ് ഫ്രീ? ഈസ് ദാറ്റ് സീറ്റ് ഫ്രീ? ആ സീറ്റ് ഫ്രീ ആണോ എന്നായി മാറിയത്. ഈസ് ദാറ്റ് സീറ്റ് ഫ്രീ? അപ്പൊ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ യെസ് അല്ലെങ്കിൽ നോയിൽ വെച്ച് തുടങ്ങണം. യെസ് ഇറ്റ് ഈസ്, അതർവൈസ് നോ ഇറ്റ് ഈസ് നോട്ട് എന്നാണ് പറയേണ്ടത്. പക്ഷെ അതല്ല ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈസ് എന്നുള്ള വെർബ് ഫസ്റ്റ് വന്നു, അത് ഓക്സിലറി വെർബാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബിൽ തുടങ്ങുന്നു. ഈസ് ദാറ്റ് സീറ്റ് ഫ്രീ? ഈസ് എന്നുള്ളത് വന്നു ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നത്. ആ പോയിന്റ് ഓർമ്മിക്കുക. ഷി വാസ് ഹാപ്പി. ഇവിടെയും ബി വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണ് വാസ്. ഷീ ആയതുകൊണ്ട് വാസ്. ദേ വേർ ഹാപ്പി എന്ന് വരുമായിരുന്നു, പക്ഷെ ഇവിടെ ഷീ സിംഗുലർ ആയതുകൊണ്ട് തന്നെ വാസ്. ഷീ വാസ് ഹാപ്പി. ഇതിനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ വളരെ ഈസിയാണ്. എന്താണത്? വാസ് ഷീ ഹാപ്പി? വാസ് ഷീ ഹാപ്പി? വാസ് ഷീ സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് ഫസ്റ്റ് സെന്റൻസിൽ, എന്നാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ആണ് വരുന്നത്. ഓക്സിലറി വെർബ് ഫസ്റ്റ് വന്നു. അതർ ഇൻഫർമേഷൻസ്, അവൾ ഹാപ്പി ആണോ? വാസ് ഷീ ഹാപ്പി? വാസ് ഷീ ആംഗ്രി? വാസ് ഷീ റിലാക്സ്ഡ്, ടയേർഡ്, വാട്ട് എവർ. ബട്ട് ഇവിടെ എന്താ സെന്റൻസ്? വാസ് ഷീ ഹാപ്പി? യെസ് ഷീ വാസ്. നോ ഷീ വാസ് നോട്ട്. അങ്ങനെയാണ് ആൻസർ വരിക. പക്ഷെ അതൊന്നും അത്ര പ്രധാനമല്ല. പ്രീന ക്യാൻ സ്വിം. പ്രീനയ്ക്ക് നീന്താൻ കഴിയും. എബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാൻ എന്നൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങൾക്കറിയാം. നിങ്ങളൊരു ഇംഗ്ലീഷ് ലേണറാണ്, ഇതൊക്കെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയും. പ്രീന ക്യാൻ സ്വിം. പ്രീനയ്ക്ക് നീന്താൻ കഴിയും എന്ന് പറയുന്ന ഈ ഒരു അസർട്ടീവ് സെന്റൻസിനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. വാട്ട് ഇസ് ദ വേ? ക്യാൻ പ്രീന സ്വിം? പ്രീനയ്ക്ക് നീന്താൻ കഴിയുമോ എന്നായി മാറിയത്. ക്യാൻ ഫസ്റ്റ് എഴുതുക. മോഡൽ ഓക്സിലറീസും പറ്റും. പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും എല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വരും. ക്യാൻ പ്രീന സ്വിം? അതാണത്. ഡേവിഡ് ഹാസ് ഗോൺ. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഡേവിഡ് പോയി എന്നാ പറയുന്നത്. ജസ്റ്റ് ഹി ഹാസ് ഗോൺ. ഇവിടെ എന്താക്കി മാറ്റാം നമുക്ക്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി വളരെ ഈസി ആക്കി മാറ്റാം. ഹാസ് ഡേവിഡ് ഗോൺ? ഹാസ് ഡേവിഡ് ഗോൺ? ഹാസ് ഡേവിഡ് ഗോൺ. ഡേവിഡ് ആണ് സബ്ജക്റ്റ്. ഹാസ് എന്നുള്ള ഓക്സിലറി ഫസ്റ്റ് വന്നു, അതിനുശേഷം സബ്ജക്റ്റ് വന്നു. ഹാസ് ഡേവിഡ് ഗോൺ ഇതാണ് അതിന്റെ. വേർ ഹാസ് ഡേവിഡ് ഗോൺ? അങ്ങനെയും കൂടി ചോദിക്കുക. വേറും കൂടി ഇവിടെ ചേർക്കാൻ പറ്റും. അങ്ങനെ ഒരു സെന്റൻസിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്.